ശ്രീ മാധവൻകുട്ടി, താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ആ സജീവമായിട്ട് ഇടതുപക്ഷത്തെ വിമർശിക്കുകയും അനുകൂലിക്കുകയൊക്കെ ചെയ്തു. ഉറച്ച കറകളഞ്ഞ ഇടതുപക്ഷക്കാരനായി നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം താങ്കളുടെ ഫേസ്ബുക്ക് നിരോധിക്കുകയാണ്. എന്തായാലും സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ടാഗ് ചെയ്യുക പോലും ഇല്ല ആരും. ഞാൻ നിശബ്ദനല്ല. എൻ്റെ മനസ്സ് പ്രവർത്തിക്കണം, ബുദ്ധി പ്രവർത്തിക്കണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ആര് കേട്ടാലും 10 പേര് കേട്ടാൽ കേൾക്കുകയരുത്, അത് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ട്വിറ്റിലായാലും സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരുന്നത് 2012 മുതൽ. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും അവസാനം ഈ മോഡിയുടെ അധികാരപ്രവേശത്തോടു കൂടി എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യ ധാര എങ്ങനെ RSSനെ അധികാരത്തിൽ നിന്ന് മാറ്റണം, അതിന് കീഴേ ഉള്ളൂ എനിക്കെല്ലാം. പിണറായിയും VS അച്യുതാനന്ദനും സതീശനും ഒക്കെ അത് ധരിക്കണം. വെച്ചാൽ ഇനി ഇതെല്ലാം അറിയുന്നത് കൊണ്ടും പത്രപ്രവർത്തനം ഞാൻ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതെനിക്ക് പ്രധാനമല്ല. ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ നമ്മുടെത്തെ മുസ്ലിങ്ങൾ സഹോദരന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരെ സ്നേഹിക്കുന്ന ഹിന്ദുക്കൾക്കും ഇടതുപക്ഷക്കാർക്കും ജീവിക്കണമെങ്കിൽ ഈ RSS കേരളത്തിൽ പിടികൂട്ടിക്കരുത്. കാരണം തെക്കേ കർണാടക വരെ അവർ വന്നിരിക്കുകയാണ്. അവിടെ നിരവധി പേര് കൊല്ലപ്പെടുകയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് അധികം സമയം വേണ്ട. അവർ തമിഴ്നാട്ടിൽ അണ്ണാമലയിലൂടെ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇവിടെ വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ CPMൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ ഗുണഭോക്താവ് എത്ര കാലം UDF ആവുമെന്ന് സംശയമാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ വെള്ളാപ്പള്ളിയുടെയും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് CPM ശോഷിക്കുന്നത് കേരളത്തിലെ ഇപ്പോൾ തന്നെ ഹിന്ദുക്കളിൽ 30% RSS BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ. അത് മറക്കാൻ. 30% ഹിന്ദുക്കൾ, 28% വരുന്ന ഹിന്ദുക്കളിൽ 30% ഇപ്പോഴേ താമരയ്ക്ക് കുത്തുന്നു. അത് CPMനെ സ്വയം ആത്മഹത്യയിലൂടെ അത് 40 ഒക്കെ ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഐക്യമുന്നണി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ അവർ അധികാരത്തിൽ വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സർവ സായുധ സേനയും സകല ഗവർണർ പദവിയും അവരുടെ കയ്യിലാണ്. അവരോട് കീഴടങ്ങിയാൽ നിങ്ങളെ ചവിട്ടി മാറ്റുകയും ചെയ്യും. ഈ അവസ്ഥയിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപ്പോൾ അതാണ് നിലപാട്. അപ്പോൾ അതിൽ എൻ്റെ മുഖ്യമായ വിമർശനം RSSനെതിരെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബീഹാറിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പിനാണ് ഞാൻ പ്രചരണത്തിന് ഇന്ത്യ ബ്ലോക്കിന് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ഡൽഹിയിൽ നടന്നു. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ അധികമുള്ള നിയോജക മണ്ഡലങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അപകട സൂചനയാണ്. ഇത്തരത്തിലുള്ള ഈ മണ്ഡലങ്ങളെ ലക്ഷ്യം വെച്ച് ഒരു പക്ഷേ അകത്തു നിന്നുള്ള ഒരു സ്ഫോടനം കൂടി, അല്ലെ റോയോ ഇൻ്റലിജൻസോ പ്രച്ഛന്ന ഭരണകൂടം എന്ന് പറയുന്ന ഡീപ്പ് ഇൻ്റലിജൻസ് അവർ RSSന് വേണ്ടി ചെയ്തതാകാം, ആയേക്കാം എന്ന ഒരു പോസ്റ്റ്. അതുവരെ എന്നെ ആക്രമിക്കാത്ത ആളുകൾ പെട്ടെന്ന് നിന്നെ ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ ഇഗ്നോർ ചെയ്തു. ഇപ്പം നിർത്തിയാൽ എന്താ കാര്യം? ഫേസ്ബുക്കിൽ 5000 പേര്, 1,00,000 നമ്മൾ സാമൂഹ്യ ഇൻഫ്ലുവൻസറൊന്നുമല്ല. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരാളും പോകുന്നില്ല. 5000 പേരും എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ. പക്ഷെ അവർ ഭാഗ്യത്തിന് കുറച്ച് മൂളയുള്ളവരാണ് എൻ്റെ 5000 പേര് കൂട്ടുകാർ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, മൈക്ക് കിട്ടി പ്രസംഗിക്കാൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ പോവും, എഴുത്തിൽ വല്ലതും എഴുതിത്തരണം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കാം. അത് നിർത്തിയിരിക്കുമ്പോൾ ശരിക്കും ഇവർ പ്രവർത്തിച്ചു RSS. അപ്പോൾ ഇവിടെ കുറേ RSSൻ്റെ ചില കള്ള ചാനലുണ്ട്, കർമ്മ ന്യൂസ്, മറ്റേത് എനിക്കറിഞ്ഞൂടെ മുഴുവൻ, ഭരത് ന്യൂസ്, അവരുടെ ഈ പാത്രം പ്രചരിപ്പിക്കുന്ന പണവും കൊടുത്ത് അവർ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഇത് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവാണ്. ആർക്ക് ഈ മണ്ടൻ്റെ എക്സ്ക്ലൂസീവ് ആർക്ക് വേണം? വല്ല പ്രധാനിയാണെങ്കിൽ പിന്നെയും പോട്ടെ. അത് ഞാൻ പിന്നീട് കണ്ടെത്തിയതാണ്. ഞാനും എൻ്റെ അഭിഭാഷകരും കൂടി പെട്ടെന്ന് എൻ്റെ ബ്ലോക്ക് ചെയ്തു. ഒന്നുമില്ല, അതെടുത്ത് മാറ്റുകയല്ല ചെയ്തത്. ചെയ്തത് മാറ്റുകയല്ല. ഇന്ത്യയിൽ ഇനി ആരും എൻ്റെ ഫേസ്ബുക്ക് വായിക്കരുത്. അതിലൊരു വരിയുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ വീണ്ടും ചർച്ചയാണല്ലോ ഇപ്പോൾ ഈ പറയുന്ന മാധ്യമ. എൻ്റെ കാര്യം ഇപ്പോൾ ചർച്ചയല്ല, മാധ്യമങ്ങൾക്ക് പോലും ഒരു വാർത്തയല്ല അത്. ഇത് മാധ്യമപ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോയതിൽ യാതൊരു വാർത്തയുമല്ലാത്ത മനോരമയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവരെ അതെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് ലോ എൻഫോഴ്സിങ് ഏജൻസീസ് ഓഫ് ദ സ്റ്റേറ്റ് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം, അവർ മെറ്റ ചെയ്തതല്ല, മെറ്റയുടെ സ്വന്തമായിട്ട് എനിക്ക് ഇതെന്തെങ്കിലും ഇത് അന്നത്തെ ലോ എൻഫോഴ്സിങ് ഏജൻസി കേരളത്തിലെ പിണറായി ഭരിക്കുന്ന പോലീസാണ്. ആ പോലീസ് ഇനി അതും പറഞ്ഞു തരാം, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതല്ലല്ലോ. മാർട്ടിൻ എന്ന കള്ളപ്പേരുള്ള ഒരു RSSകാരൻ കൊച്ചി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ
RSS അനുഭാവിയായ സർക്കിൾ ഇൻസ്പെക്ടർ ആരാന്ന് പറഞ്ഞ സ്ഥാനം, അയാൾക്ക് എഴുതി കൊടുത്ത പരാതിയിൽ ആ പോലീസിന് എന്നോട് ചോദിക്കാതെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസൊന്നും ചോദിക്കേണ്ട, ഈ പാവപ്പെട്ട പൗരൻ്റെ എത്രയോ വേറെ കുറച്ച് പേര് അറിയുമല്ലോ മാധ്യമപ്രവർത്തകനാണെന്നൊക്കെ, ഒന്നും ചെയ്യാതെ എൻ്റെ ഫേസ്ബുക്ക് അടച്ചു പൂട്ടുവാനുള്ള നിർദ്ദേശം കേരള പോലീസ് കൊടുത്തു. അത് തുറന്ന് കാട്ടി. ഞാനത് അതിവേഗം, അത് ഭാഗ്യത്തിന് ജുഡീഷ്യറിയിൽ ഞാനിത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതല്ലേ, ഞാൻ കൊടുത്തോളാം, അത് പിന്നെ തന്നാൽ മതി പൈസ, നിങ്ങൾ റിട്ടിൻ്റെ പൈസ. അവരിത് കൃത്യമായി ഇത് ചോദിച്ച് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. അത്ഭുതകരമായി വിചാരണ വരുന്നതിന് മുൻപ് ഇത് പുനഃസ്ഥാപിച്ചിട്ട് പിന്നെ വിചാരണ മതി എന്ന് എനിക്കിഷ്ടം. വളരെ വളരെ ആവേശം, ഒരു ജനാധിപത്യവാദിക്ക്, ഒരു ഫാസിസ്റ്റ് വിരുദ്ധന് ആവേശം ഉണ്ടാക്കുന്നതിൽ പുനഃസ്ഥാപി. പക്ഷേ കഴിഞ്ഞില്ല. ഇതുകൂടി നിങ്ങൾ കേൾക്കണം. ഇതെന്നാണ് വരുന്നത്? ഇന്ന് ചിങ്ങിയ പുലരിയാണ്, ഇന്നൊന്നും വരില്ലല്ലോ, പതുക്കെ വരല്ലോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയുകയാണ്, അത് വന്നു കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി, ഇപ്പോഴും അധികാരികൾ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് അത് കഴിഞ്ഞില്ല. അതുകൊണ്ട് യുദ്ധം നിർത്തുന്നില്ല. ഞാൻ എൻ്റെ ഉള്ള പണം കൊണ്ടും സഹായം കൊണ്ടും അതിനെ ഹൈക്കോടതിയെ അപമാനിച്ചതിന് കോടതി അലക്ഷ്യം ഫയൽ ചെയ്യാനുള്ള നോട്ടീസ് മെറ്റയ്ക്ക് അയച്ചു കഴിഞ്ഞു. അതിനും വഴങ്ങിയില്ലെങ്കിൽ അതിന് ഹൈക്കോടതിയിലേക്ക് വീണ്ടും പോകും. ഇതിപ്പോൾ നമ്മളൊന്നുമല്ല. ഉമർ ഖാലിദിനെ 6 വർഷം ജാമ്യവുമില്ല വിചാരണയുമില്ല നടക്കുമ്പോൾ ഈ തടിച്ചു കൊഴുത്ത മാധവൻകുട്ടിയുടെ ഒരു ഫേസ്ബുക്ക് പ്രശ്നമൊന്നും ഇന്ത്യയിൽ ഒരു ത്യാഗവുമല്ല. പക്ഷേ ആത്മവിശ്വാസത്തോടെ മരിക്കാമല്ലോ, കളവ് സ്വയം വഞ്ചിക്കാതെ ജീവിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ. അതുകൊണ്ട് കുടുംബസമ്മതത്തോടെ, അതും പറയാമല്ലോ, കുടുംബസമ്മതം പ്രധാനമാണ്. അപ്പോഴും പൈസയില്ലാത്ത വയസ്സുകാലത്ത് 76 കേസ് കൊടുക്കുമ്പോൾ നിൽക്കണം. പലപ്പോഴും അവർ അപകടമാണ്, അവർക്കും പ്രശ്നമുണ്ട്. ഈ RSS ഇപ്പം ഞാൻ പറയാം, എൻ്റെ വൈഫ്, നമ്മളെല്ലാവരും അവർ ഭയങ്കര അടുപ്പമുണ്ട്. അവർക്ക് എന്നെ അറിയാം. അവർ ഈശ്വരവിശ്വാസിയാണ്, കടുത്ത ഈശ്വരവിശ്വാസിയാണ്, ശ്രീനാരായണ ഗുരു ഭക്തയാണ്. അവർ പലരെയും അമ്പലത്തിൽ വരുന്നവർക്ക് സംഭാവന കൊടുക്കും, ഞാനും കൊടുക്കും. അത് അവർ കൊടുക്കുന്നതാണെങ്കിൽ ഞാനും കൊടുക്കും. പക്ഷേ RSSകാർ ബാബറി മസ്ജിദ് തകർത്ത അമ്പലത്തിൻ്റെ ഭസ്മമായി വന്നപ്പോൾ എൻ്റെ യാതൊരു വിപ്ലവകാരിയോ ഒന്നുമല്ലാത്ത ഭാര്യ പറഞ്ഞു, ഇത് ഇവിടെ കേട്ടില്ല. അത്രയ്ക്കെങ്കിലുമുള്ള ഫാസിസ്റ്റ് വിരുദ്ധത നമ്മളുടെ ഫാസിസ്റ്റ് വിരുദ്ധർ സ്വന്തം കുടുംബത്തിൽ പഠിപ്പിക്കണം. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.